ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടുമായിട്ട് ഈ സമയം കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ വിനീത ഹൃദയനാണ്, ഞാൻ ഹൃദയശാന്തതയുള്ളവനാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സേവ്യർ മട്ടായിയച്ചൻ വളരെ പ്രസിദ്ധനായ വചനപ്രഘോഷകനാണ്. ദൈവം അദ്ദേഹത്തിന് പ്രത്യേക വരം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയത്തെ കർത്താവ് ഒരുമിച്ച് നടന്നുകൊണ്ട് ജ്വലിപ്പിച്ചതുപോലെ ജ്വലിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുള്ള, അച്ഛൻ്റെ വചനം കേൾക്കാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്മകൾ നേരുന്നു, കരുത്ത് നേരുന്നു, ചൈതന്യം നേരുന്നു. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുന്നതിൽ വളരെ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പറയില്ല, കൊല്ലൻ്റെ ആലയിൽ സൂചി വിൽക്കാൻ കൊണ്ടുപോകുന്ന പോലെയാണ്. ഇപ്പം ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊരു പക്ഷെ വിചാരിക്കും, ഈ പിതാവ് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ മട്ടായിയച്ചൻ്റെ പ്രസംഗം കേൾക്കാമായിരുന്നല്ലോ എന്ന്. ഏതായാലും ഞാൻ വന്ന സ്ഥിതിക്ക് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം തന്നെ അവസാനിപ്പിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം 2 വാക്യത്തിൽ 3 കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഏശയ്യാ 66 വാക്യം 2 ഒന്ന് പറഞ്ഞേ. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അത് വായിച്ചു നോക്കണം പ്രത്യേകമായിട്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ എളിമയുള്ളവനും അനുതാപമുള്ളവനും എൻ്റെ സ്വരം കേട്ട് വിറയ്ക്കുന്നവനെയുമാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നത് 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ്. ഒന്നാമതായി ആത്മാവിൽ എളിമയുണ്ടായിരിക്കണം. രണ്ടാമതായി ആത്മാവിൽ അനുതാപമുള്ളവരായിരിക്കണം. മൂന്നാമതായി ദൈവത്തിൻ്റെ വചനം കേട്ട് വെറും അനുവാചകർ മാത്രമാകാതെ അനുവർത്തകരാകാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഒന്നാമത്തെ കാര്യം എടുത്താൽ എളിമ. ഞാനത് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നൊരു വാക്കാണത്, എളിമ.
എളിമ പഠിക്കണമെങ്കിൽ ഏറ്റവും വലിയ വിദ്യ കർത്താവായ യേശുവിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, എന്നിൽ നിന്ന് പഠിക്കുവിൻ. നമ്മൾ മറ്റാരിൽ നിന്നും പഠിക്കൊന്നും വേണ്ട. നമ്മൾ പഠിക്കേണ്ടത് യേശുവിൽ നിന്നാണ്. കാരണം അവിടെ നമ്മുടെ രക്ഷകനാണ്, അവിടെ നമ്മുടെ ദൈവമാണ്, അവിടെ നമ്മളെ വിമോചിപ്പിക്കുന്നവനാണ്, അവിടെ നമ്മളുടെ ശക്തിയാണ്. അതുകൊണ്ട് ആ കർത്താവിലേക്ക് തിരിയാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെ എളിമയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം മനുഷ്യനായി അല്ലെങ്കിൽ വചനം മാംസമായി ധരിച്ചു എന്നുള്ള വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ എളിമ വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും ദൈവത്തോടുള്ള സമാനത കണക്കാക്കാതെ അവിടെ തന്നെ ശൂന്യവൽക്കരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് എളിമയുള്ളവനായി അനുസരണയുള്ളവനായി എന്ന് പുരുഷമരണത്തോളം അനുസരണയുള്ളവനായി എന്നാണ് പറയുന്നത്. അപ്പോൾ എളിമയുടെ മൂർത്തിയും അൽഭാവമാണ് യേശു ക്രിസ്തു. നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ബെത്ലഹേമിലാണ് ഉണ്ണി പിറന്നത്. ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. അപ്പത്തിന്റെ ഭവനത്തിൽ പിറന്ന് മനുഷ്യരാശിക്ക് ജീവന്റെ അപ്പമായവനാണ് യേശു ക്രിസ്തു. ശരിക്കും പറഞ്ഞാൽ ദൈവം ചെറുതായ സ്ഥലമാണ് ബെത്ലഹേം. ദൈവം കുനിഞ്ഞ സ്ഥലമാണ് ബെത്ലഹേം. ദൈവം എളിമപ്പെട്ട സ്ഥലമാണ് ബെത്ലഹേം. അപ്പോൾ എളിമ പഠിക്കാനുള്ള മാർഗം ആ ബെത്ലഹേമിലേക്ക്, ആ പുൽക്കൂട്ടിലേക്ക് നമ്മൾ നടന്നെടുക്കുക എന്നുള്ളതാണ്. അവിടെ ദൈവം മനുഷ്യനായതിലൂടെ ദൈവം ചെറുതാവുകയാണ്, ദൈവം എളിമപ്പെടുകയാണ്, ദൈവം സ്വയം ശൂന്യവൽക്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീരും ഒരല്പം എളിമയുണ്ടെങ്കിൽ, ഒരല്പം കുനിഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, അല്പം വിട്ടുവീഴ്ച നടത്താൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ കുനിയാൻ പഠിക്കണം. ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ കുനിയാൻ പഠിക്കണം. മാതാപിതാക്കളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ കുനിയണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ അടുക്കലും കുനിയേണ്ടതായിട്ട് വരും. അപ്പോൾ കുനിയുന്ന, ചെറുതാകുന്ന, എളിമപ്പെടുന്ന, സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടേക്ക് അനുഗ്രഹങ്ങളുടെ വർഷം തന്നെ ഉണ്ടാകും. ആദ്യമായിട്ട് ദൈവം പറയുന്നു, അനുഗ്രഹം കിട്ടാൻ എളിമയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് അനുതാപമുള്ളവരായിരിക്കണം. കർത്താവ് തന്റെ സുവിശേഷം തന്നെ ആരംഭിക്കുന്നത്, ഇതാ സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അനുതപിച്ച് പശ്ചാത്തപിച്ച് അലിവിന്റെ കൂടാരമായ നമ്മൾ അഭയം പ്രാപിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോടും മനുഷ്യരോടും മാപ്പ് ചോദിക്കണം.
അങ്ങനെ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും മാപ്പ് ചോദിച്ചു കഴിയുമ്പോൾ നമ്മളിലേക്ക് അനുഗ്രഹ വർഷം തന്നെ ഉണ്ടാകും. അതിനുള്ളൊരു അവസരം ഈ ധ്യാനം വഴി നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കുമ്പസാരിക്കണം. അത് അലിവിൻ്റെ കൂടാരമാണ്, അത് കൂദാശയാണ്. അതിൻ്റെ സ്വീകരണം വഴി നമ്മൾ സൗഖ്യമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ധാരാളം ആളുകൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ എത്ര പേരുടെ ജീവിതം അതുവഴിയായിട്ട് രൂപാന്തരപ്പെടുന്നുവെന്ന് നമ്മൾ ചോദിക്കണം. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ജീവിതം ഇന്നലെ വരെ ആയിട്ടുള്ളതായിരിക്കരുത്. മറിച്ച് സ്നേഹത്തിൽ, ക്ഷമയിൽ, കാരുണ്യത്തിൽ, അനുകമ്പയിൽ എല്ലാം നിങ്ങൾ വളർന്നു വരണം. അതിന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകും. അപ്പോൾ വചനം കേൾക്കുക മാത്രമല്ല, വചനം അനുസരിക്കുന്നവരാകണം, വചനം ജീവിക്കുന്നവരാകണം, വചനം ചെയ്യുന്നവരാകണം. വചനം ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മൾ എവിടെ ജീവിക്കുന്നു അവിടെ ഒരു അഞ്ചാമത്തെ സുവിശേഷമായി തീരും. നിങ്ങൾക്കറിയാം 4 സുവിശേഷങ്ങളുണ്ടെന്ന്. മത്തായിയുടെ സുവിശേഷം, മാർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഈ 4 സുവിശേഷ പുസ്തകങ്ങളും നമുക്ക് ചുറ്റും ജീവിക്കുന്നവർ പലരും വായിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ അവരെന്നും വായിക്കുന്ന ഒരു സുവിശേഷ പുസ്തകമുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ജീവിതം. നിങ്ങൾ സുവിശേഷ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ 5ാമത്തെ മറ്റൊരു സുവിശേഷമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പരിശുദ്ധ പിതാവ് എപ്പോഴും പറയാറുണ്ട്, ക്രിസ്ത്യാനിറ്റി ഗ്രോസ് ബൈ അട്രാക്ഷൻ. ക്രിസ്തുമതം വളരുന്നത് ആകർഷണത്തിലൂടെയാണെന്ന്. അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ആകർഷകമായി തീരുമ്പോൾ അവിടെ ക്രിസ്തുമതം വളരും, അവിടെ ക്രിസ്തീയത വളരും, അവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം വിളങ്ങി നിൽക്കും. അപ്പോൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 5ാമത്തെ സുവിശേഷമായി, പ്രത്യേകിച്ച് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ മണ്ഡലങ്ങളിൽ എവിടെ ആയിരുന്നാലും ഒരു 5ാമത്തെ സുവിശേഷമായുള്ള നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമുകളും ഹിന്ദുക്കളൊന്നും 4 സുവിശേഷങ്ങളും വായിച്ചിട്ടുണ്ടാകില്ല. വീണ്ടും ഞാൻ പറയുന്നു, മറിച്ച് നിങ്ങൾ എഴുതുന്ന സുവിശേഷം, നിങ്ങൾ ജീവിക്കുന്ന സുവിശേഷം അവർ കണ്ട് മനസ്സിലാക്കും. അങ്ങനെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും ഒരു 5ാമത്തെ സുവിശേഷമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളതിന് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ധ്യാനത്തിൻ്റെ അവസാന ദിവസമാണ്. വരങ്ങളുടെ ഒരു പ്രവാഹം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ധാരാളമായി ഇന്നേ ദിനം നിങ്ങൾക്ക് പട്ടായിച്ചപടിയായിട്ട് ലഭിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ തരാം വായിച്ചു നോക്കാനായിട്ട്. യോശുവയുടെ പുസ്തകം 3 മുതൽ 6 വരെ അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. യോശുവയുടെ പുസ്തകം 3 മുതൽ
6 വരെ അധ്യായങ്ങൾ. ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് അവിടെയുള്ള 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ എന്താണെന്നറിയാമോ? അഭിഷേകം ചെയ്ത പുരോഹിതന്മാരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം. അഭിഷേകം ചെയ്തവരെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സാന്നിധ്യം, അഭിഷേകം ചെയ്ത വൈദികരെ, പുരോഹിതന്മാരെ നിങ്ങൾ മാനിക്കുന്നു, അവരിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളവിടെ കാണുന്നത്. 3-ാം അധ്യായത്തിൽ കാണുന്നത്, അവർ യോർദാൻ നദീതീരത്തെത്തുകയാണ്. നദി നിറഞ്ഞു തുളുമ്പി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അത് കടക്കുക? അങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, വാഗ്ദാന പേടകം ചുമക്കുന്ന വൈദികര്, പുരോഹിതന്മാർ ആ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ. അവരുടെ കാലുകൾ വെള്ളത്തിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ യോർദാൻ നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് നിർത്തുകയും അവർക്ക് നടന്നു പോകാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ദൈവം പറഞ്ഞതുപോലെ അവർ ചെയ്തു. ഫലമെന്തായിരുന്നു? അവരെല്ലാവരും അക്കരെ കടന്നു. ഇതുപോലെ തന്നെ ഇന്ന് അഭിഷേകം ചെയ്തവരെ കൊണ്ട് നിങ്ങൾ എവിടെ വെച്ചെങ്കിലും അഭിഷേകം ചെയ്തവരെ കാണുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ അഭിഷേകം, അവരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കണം. ഒരിക്കലും അവരകത്ത് കളയരുത്. മറിച്ച് ദൈവം തിരഞ്ഞെടുത്തവരാണ്, ദൈവം വേർതിരിച്ച് നിർത്തിയവരാണവർ. ദൈവം കരുത്തും ശക്തിയും നൽകി. അവർ ബലഹീനരാണെങ്കിലും, അവർ മൺപാത്രത്തിൽ നിധികളാണെങ്കിലും, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം അവരിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് അഭിഷേകം ചെയ്തവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. രണ്ടാമതായിട്ട് പറയുന്നത്, അവർ ഈ നദി കടന്ന് ചെല്ലുന്നത് ജെറീക്കോ പട്ടണത്തിലാണ്. ജെറീക്കോ പട്ടണത്തിന് വലിയ മതിലുകളുണ്ടായിരുന്നു. ആ മതിലുകൾ എങ്ങനെ തകർത്ത് അപ്പുറത്തേക്ക് കടക്കും എന്നുള്ള ചിന്ത അവർക്ക്. ദൈവം അതിനും പരിഹാരം പറഞ്ഞു കൊടുത്തു. വീണ്ടും വീണ്ടും നടക്കുക. 6 ദിവസം നടന്ന് 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ആ മതിലുകൾക്ക് ചുറ്റും നടന്നു കഴിഞ്ഞപ്പോൾ അവർ ഒച്ച വെച്ചു. ആ മതില് താഴേക്ക് വീണു എന്നാ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ, പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വാങ്ങിക്കണം. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയരുത്. മറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ആ തത്വമാണ് ഇന്ന് ജെറീക്കോ പ്രയർ എന്ന പേരിൽ നാട്ടിൽ മുഴുവനും കൊണ്ടു നടക്കുന്ന പ്രാർത്ഥന. അപ്പോൾ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന കളയില്ല. മൂന്നാമതായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായത്തിൽ പറയുന്നത്, ആയി എന്ന് പറയുന്ന ഒരു പട്ടണം കീഴടക്കാൻ അവർ പോവുകയാണ്. പക്ഷെ അവർ പരാജയപ്പെട്ടു. എന്താ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അവരുടെ ഇടയിൽ പാപം ചെയ്ത, ദൈവം വിലക്കിയ സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്ന ഒരാളുണ്ട്. അവനെതിരെ അവർ തിരികെയും താഴ്വരയിൽ കൊണ്ടുപോയി അവനെ കല്ലെറിയുകയും ചെയ്തപ്പോൾ വീണ്ടും അവർ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ അവർ ജയിച്ചു എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിലോ നമ്മളിലോ പാപം ചെയ്തവർ ജീവിക്കുന്നുവെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പാപത്തെപ്പറ്റി പശ്ചാത്തപിക്കുകയും പാപത്തെ വെറുക്കുകയും പാപത്തെ തള്ളിക്കളയുകയും ചെയ്യുന്ന മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ
ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നിന്നുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്ന് ഈ കുർബാന ചെല്ലുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞതിനെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എന്നെ വിളിച്ച പൊരിയത്തച്ഛന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.